ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. സിവിൽ എക്സൈസ് ഓഫീസർ നിതിൻ രാജിനാണ് സസ്പെൻഷൻ. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയുമായി കേരളത്തിലേക്ക് എത്തിയ ലോറിക്കാരിൽ നിന്നാണ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയത്. ശാലിനി വിശദാംശങ്ങൾ നൽകും. ശാലിനി, ഈ കൈക്കൂലി വാങ്ങുന്നത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൈയോടെ പിടികൂടിയതുകൊണ്ടാണോ ഇയാൾക്കെതിരെ നടപടി വന്നിരിക്കുന്നത്? ഗൗതം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ മാർച്ചിലാണ് സംഭവത്തിന് ആധാരമായ വിഷയം നടക്കുന്നത്. അതായത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് നിരന്തരമായി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഒക്കെ വാഹനങ്ങൾ എത്തുമ്പോൾ, അതിൽ പ്രത്യേകിച്ച് ഈ സാധനങ്ങളുമായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്നുള്ള പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ മാർച്ച് 21 എക്സൈസിന്റെ വിജിലൻസ് അവിടെ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. മിന്നൽ പരിശോധനയിൽ നടന്നതൊക്കെ കൃത്രിമമായിട്ടാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്നും അതിൽ ചില എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന രേഖാമൂലം തെളിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഈ വിജിലൻസ് പരിശോധന നടത്തിയപ്പോഴും പണപ്പിരിവ് സ്വീകരിച്ചതിന്റെയൊക്കെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള നിതിൻ രാജിന് സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് എക്സൈസ് മന്ത്രി പുറത്തിറക്കിയിട്ടുള്ളത്. തുടർച്ചയായി ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അത് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് മാത്രമല്ല, നിലവിൽ നൽകേണ്ടതിന് അപ്പുറത്ത് പണപ്പിരിവ് അനധികൃതമായി വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥർക്ക് എതിരെയുമൊക്കെ വരും മണിക്കൂറിൽ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ ഈ നിതിൻ രാജിനെതിരെ ഇറങ്ങിയിട്ടുള്ള ഈ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി മന്ത്രിയുടെ ഓഫീസ് നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അതിർത്തി ചെക്ക് പോസ്റ്റാണ്. അവിടെ തുടർച്ചയായി ഇത്തരത്തിൽ പൈസ വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. ലോറി ഡ്രൈവർമാർ ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും അത് രേഖാമൂലം തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മിന്നൽ പരിശോധന നടത്തിയത്. ആ മിന്നൽ പരിശോധനയിലാണ് കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗൗതം. ഓക്കെ ശാലിനി, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ലോറിക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ എക്സൈസ് ഉദ്യോഗസ്ഥനെയാണ് സസ്പെൻഡ് ചെയ്തത്. ശാലിനി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.